ഗൈസ് നമ്മളിത് ലോറി മേടിച്ചു. ഇതിന്റെ ക്ലച്ച് അമര് വരുന്നുണ്ട്. ഇതിന്റെ വരുന്നുണ്ട്. ഇതേ പിടിച്ചിങ്ങ് വലിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് മറയ്ക്കാൻ പറ്റും നമുക്ക്. ഇതിങ്ങനെ കൊണ്ട് മാറ്റിയാൽ മതി. എന്റെ ഫോൺ അറിയാട്ടാ. നമ്മളിത് ലോറി മേടിച്ചു. മുറ്റത്തൊരു ലോറി തന്നെ മേടിച്ചിട്ടു. ക്യാഷ് ഒന്നും നോക്കിയില്ല. നമ്മൾ കയറി കാണിച്ചു തരാം. ഇച്ചിരി ഹൈറ്റ് കൂടില്ല. അയ്യോ ഡ്രൈവർമാർ ഇവിടെ ഭയങ്കര എന്തോ സാധനം താഴെ പോയി. ചാർജറാന്ന് തോന്നുന്നു. ഇവിടെ ഇരിക്കട്ടെ. ഞാൻ ലോറിയുടെ ഉള്ളിൽ കയറി ആദ്യമായിട്ട് വണ്ടി പിടിക്കാൻ പോകണം. അല്ല ലോറി പിടിക്കാൻ പോകണം. 6 ഗിയറൊക്കെ ഉണ്ട്. ലെഗ് സ്പേസ് പോരാട്ടോ. കൊള്ളാലേ. എടാ ഇങ്ങന്നേ വാ വാ കേറിയിരിക്കേ. വാ റൈഡ് വാ. എന്താടാ നമ്മളൊരു ട്രിപ്പ് അടിക്കാനുള്ള പ്ലാനാ. ഇതുകൊണ്ട് ലഡാക്ക് വിട്ടാലോ. തോരണ അല്ല, മറ്റേ ഫ്ലാഗ് ആയിരിക്കുമല്ലോ ഉദ്ദേശിച്ചേ. വാ 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 കേറി വാ. ഇങ്ങ് വാ, ഇങ്ങ് വാ, നീ ഇങ്ങ് വാടാ. കേറിയിരിക്കേ. വാ, ഞാൻ പുതിയ വണ്ടി മേടിച്ച നിന്നെ കേറ്റാണ്ടായില്ല. പാട്ടിക്കാരന്മാരെയാ. വാ കേറിയിരിക്കേ. അടെ ഇമ്മാരി വണ്ടിയുടെ ബാലറ്റിൽ ഓണാക്കി കിട്ടിക്കോണോ? അമ്മമാർക്ക് ആ വീട്ടിൽ കുത്തിട്ടാ പോരെ. നമുക്കൊരു ട്രിപ്പ് കൂട്ടാലോ. സെൻസറുകളാ കയറി നിൽക്കുന്നേ. എന്താന്ന് പറഞ്ഞാ ചാർജിന്റെ ഇതാ. അല്ല അപ്പൊ അവരിവിടെ അത് എമർജൻസി എഴുതി വെച്ചേക്കുന്നുണ്ടോ? അല്ല അപ്പൊ ഇന്നലെ അവരിവിടെ ചെക്കിട്ട് ചാർജ് ചെയ്തേ. ഞാൻ കണ്ടോണ്ടിരുന്നില്ല. ഇവിടെ നമുക്ക് 6 ഗിയറാണ് ഉള്ളത്. അമര് വരുന്നുണ്ട്. ഇതിന്റെ വരുന്നുണ്ട്. ഹൈ ഗൈസ്, നമ്മളിതാ ഒന്നുമില്ല. അട്ടച്ചിട്ടല്ല. നമ്മള് അടുത്ത ഭാഗത്തില് വണ്ടി ഇനി എങ്ങനെ ഓടിക്കാമെന്നാണ് കാണിച്ചു കൊടുക്കാൻ പോണേ. അല്ലേ 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 ഞാൻ ഈ വണ്ടിയുടെ താക്കോൽ എടുത്തോണ്ട് ഇപ്പൊ ആണെങ്കിൽ ഡ്രൈവറില്ല. ആ സമയത്ത് നമുക്ക് സ്കോർ ചെയ്യാന്നൊക്കെ. പിടിക്കേ നമ്മൾ ഈ താക്കോൽ എടുത്തിട്ട് വരാം. നമ്മള് എക്സ്ക്ലൂസീവായിട്ട് താക്കോൽ ഇട്ടിട്ടുണ്ട്. അല്ല എക്സ്ക്ലൂസീവ് ആയിട്ടില്ല. ഇതിന് എങ്ങനെ തുറന്ന് ഇതിനകത്തേക്ക് കയറാം. അല്ല ഇത് സ്റ്റാർട്ടാക്കിയ സീനാവൂട്ടാ, വിഷയമായിരിക്കും. തുറക്കാൻ പറ്റാത്തെ എന്താ ഒന്നും തുറക്കാൻ പറ്റാത്തെ? മിക്കവാറും ഇങ്ങനെ ആയിരിക്കും. എന്താ ചതിച്ച് അത് പറ്റിയേ. ഇപ്പുറ സൈഡും ഉണ്ടല്ലോ സാധനം. നമ്മളൊന്ന് കയറിയതായിരുന്നു, ഒന്നുകൂടെ കറട്ടെ. ചവിട്ടണ സാധനമൊക്കെ പോയി. വണ്ടി ആദ്യമായിട്ടാണ്. അത് താക്കോലിതാ അതിന്റെ ബാക്കിലുണ്ട്. വാ കേറിവാ ചാച്ചാച്ച്. അതിങ്ങ് പിടിച്ച് വലിക്കേ. ഒരു താക്കോൽ ഊരാൻ അറിയില്ലേ നിനക്ക്? എന്താ ഇങ്ങനെ? എങ്ങനെ കേറുവാ. വെൽക്കം. വാ കേറാ. ട്രിപ്പാ. ഓക്കെ, ഇവിടെ ഒരു ഹോൾഡറൊക്കെ കൊടുപ്പിക്കാം. ഓ ഇത് ഇവിടെ ഇതല്ല, ഇവിടെ ബ്രേക്കും ഇവിടെയാണ് ഇതിന്റെ ക്ലച്ച്.
ക്ലച്ച് ഔട്ടും ഇതെന്നാ സ്വിച്ചാ? ചിലപ്പോ ലോഡ് പൊങ്ങുമായിരിക്കും. നമ്മളെ വണ്ടി സ്റ്റാർട്ടാക്കാൻ പോണ്. കേട്ടോ അടിച്ചു പോവാ പണി പാളും കേട്ടോ. വേണ്ട വേണ്ട വേണ്ട. എന്താ വെച്ചാ പെട്രോൾ ഇല്ലേ? അല്ല ഡീസൽ ഇല്ലേ? പിന്നെ സ്റ്റാർട്ടാക്കണ്ടേ? അല്ല ഇത് സൗണ്ട് തെറിച്ചു പോടാ. ഓടുന്നു. വേണ്ട 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 സ്റ്റാർട്ട് ചെയ്യണ്ട. സ്റ്റാർട്ട് ചെയ്താ പിള്ളേരാ. അടക്കടാ. നീ ആരെയും പേടിക്കുക? വ്ളോഗർ അണ്ണനുള്ളപ്പോ നീ ആരെയും പേടിക്കണേ? ഓ മൈക്കില്ലാത്തോണ്ട് സൗണ്ട് എല്ലാം പറ്റും. കൊള്ളാലേ? ഇത് വിഷയല്ല ഇങ്ങനെ ഇത് ഓടിക്കാൻ. ഫസ്റ്റ് താഴോട്ടാ. ഇതിന്റെ ക്ലച്ച് ചക്ക അതൊക്കെ ഭയങ്കര പാടാണ്. ഇതൊന്നും എനിക്കറിയാൻ പാടില്ല. ഇറങ്ങാം. പേടിച്ചു പോയി ഇതൊക്കെ. നമുക്ക് ലോറി ഇങ്ങനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതിവിടെ സ്ഥലം കുറച്ച് കുറവാണ്. ഇതുണ്ടോ, നമുക്ക് ഇവിടെ നിർത്താൻ ഇങ്ങോട്ട് നേരെ തിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്തായാലും കാണിച്ചു പിന്നെ ഇതിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഡ്രൈവർ വരുന്നതിന് നമുക്ക് ഓടിയേക്കാം എന്നൊക്കെ. ഞാനുണ്ട് ഐസ്. ഇത് കംപ്ലൈൻ്റ് ആയിട്ട് ഇവിടെ കൊണ്ടുപോയി ഇന്നലെ വൈകിട്ടാണ് ഈ സാധനം ശരിയാക്കിയത്. എന്നിട്ട് ഇന്നിപ്പം ശരിയാ. ഇതെന്താ പറയാ, ഇന്നലെ വൈകിട്ടാണ് ഇത് ശരിയാക്കിയത്. എന്നിട്ട് ഇതിന് ഇനി ശരിയാക്കാനുണ്ട്. പക്ഷെ വണ്ടി സ്റ്റാർട്ടാവില്ലായിരുന്നു ഇന്നലെ. മണ്ടൻ. അപ്പം ഇതാണ് നമ്മുടെ പുതിയ ലോറി. ഇതങ്ങ് മേടിച്ചാലോ എന്നാണ് ആലോചിക്കുന്നത്. ഇതാവുമ്പോൾ ഇങ്ങനെ ഈ മുറ്റത്ത് ഇങ്ങനെ അങ്ങ് ഇടാം അല്ലേ? അല്ലേ? തുറക്കാൻ പോലും അറിയാത്ത മണ്ടൻ. ഇത് കാണിച്ചു തരാമല്ലോ. ആദ്യം ഇത് അടയ്ക്കാം. എന്നിട്ട് തിരിച്ചിങ്ങോട്ട് ഇറങ്ങി അറിയാട്ടാ. അവനെ നിങ്ങൾ കണ്ടോ, കറക്റ്റ് പുള്ളി വിഷയം. ഇതാണ്, ഇങ്ങനെയാണ് എല്ലാ കാര്യത്തിലും ഇവൻ. ഞാനല്ലേ ഇങ്ങോട്ട് തിരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിക്കാൻ പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ പിന്നെ അയ്യോ നോക്കി മണ്ടത്തരം കാണിച്ചിട്ട് നടക്കുന്നേ മണ്ടൻ. അതെടാ ഇത് കണ്ടല്ലോ, ഇതിൽ തെളിവുണ്ടല്ലോ ആരാ തിരിച്ചെന്ന്. നീ എന്നെ കറങ്ങുന്നേ, നീ എന്നെ ഒളിച്ചു കൊടുന്നേ. നീ ആരെയും പേടിക്കൊന്നും വേണ്ട, വിഷയില്ല, ഞാൻ വിട്ടു. ഇതെന്തിനാ ശരിക്കും ഈ സാധനം ഇവിടെ? ഈ പെടി എന്തിനാ ഇവിടെ? ആരാ പിടിച്ചേക്കണേ? ഓ ഇതേ പിടിച്ച് ചിലപ്പോൾ കയറാനായിരിക്കും ഇങ്ങനെ എന്നിട്ട് ഇത് തുടയ്ക്കാൻ. എന്റേതൊക്കെയാണോ? അല്ല പിന്നെന്തിനാ ഇത് ഈ സാധനം? പിന്നെ വലിച്ചോണ്ട് നടക്കാനാ? വിളിച്ചോണ്ട് ഇങ്ങനൊക്കെ. ഇത് കൊള്ളാട്ടോ, എനിക്കിത് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിന്റെ ഒന്ന് ഓടി, പക്ഷെ ക്ലച്ച് മിക്കവാറും ക്ലച്ച് ലൂസാക്കിയിട്ട് ആക്സിലേറ്റർ കൊടുക്കണം. അത് ക്ലച്ച് വിടുന്നതിന് ഇപ്പുറം തന്നെ ആക്സിലേറ്റർ കൊടുക്കേണ്ടി വരും. അത് സ്റ്റൈലാന്ന് തോന്നുന്നു. ഇതവിടെ എന്തിനോ ഇന്നലെ അമ്മമാരുടെ ഇന്നലെ ഒരു കിടിലം ഞങ്ങൾക്ക് ഇടുക്കിയിലുള്ള എല്ലാ വർക്ക്ഷോപ്പുകാരുടെയും നമ്പർ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു വിഷയമില്ല. നാട്ടിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എല്ലാ വർക്ക്ഷോപ്പുകാരെയും വിളിച്ചിട്ടാണ് ഇന്നലെ ഈ സാധനം ഒന്ന് സ്റ്റാർട്ടാക്കിയത്. ലാസ്റ്റ് 10 മണിക്കാണ് ഇന്നലെ ആ പെരുമഴയത്തിട്ട് സ്റ്റാർട്ടാക്കിയത്. എന്നിട്ട് ഇവിടെ കൊണ്ട് ഇട്ടതേ ഉള്ളൂ. അവന്മാർ എൻ്റെ വണ്ടി കൊണ്ടാണ് പോയേക്കണേ. ഡ്രൈവർമാർ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് ഞങ്ങളൊരു എക്സ്ക്ലൂസീവ് കണ്ടന്റിങ് എടുത്തു. ആരുടെ? എൻ്റെയാ? എൻ്റെ ഹാഫ് ടാങ്ക് ഉണ്ടെന്ന് തോന്നുന്നു, അത് തീർത്തു എന്നൊക്കെ. പക്ഷെ ഇത് നല്ല രസമായി. എനിക്കതൊന്ന് ഓടിക്കണം എന്നുണ്ട്. ഇത്
അത് അത്ര ഹൈറ്റിലിരിക്കുന്നതുകൊണ്ട് എനിക്കൊരാഗ്രഹം. അത്ര ഹൈറ്റിലിരുന്ന് ഞാൻ ഓടിച്ചിട്ടില്ല ഇതുവരെ. സ്കൂൾ ബസ്സോ? അറിയാത്തരിക്കും. സ്കൂളിന്റെ ബസ് അത്. ലൈക്ക് ചെയ്യാൻ സ്ഥലം പറയണ്ട, ഇത് കട്ട് ചെയ്യും ഞങ്ങൾ പറഞ്ഞ സ്ഥലം. ഏത് ബസ്സാന്നുള്ള കാര്യവും ഏത് സ്കൂളാന്നുള്ളത് ഞങ്ങൾ കട്ട് ചെയ്യും. ഞങ്ങള് ഈ വണ്ടി ഓടിക്കേണ്ട രീതി അറിയാവുന്ന ഒരു കമന്റ് ചെയ്യുക എന്നൊക്കെ. ഇതേ പിടിച്ചിങ്ങ് വലിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് മറയ്ക്കാൻ പറ്റും നമുക്ക്. ഇതിങ്ങനെ കണ്ട് മാറ്റിയാൽ മതി. എന്റെ ഫോൺ പോയി. ഇതിന്റെ വ്ളോഗ് എന്റെ കൈ അതിന്റെ ഇടയ്ക്ക് പോയിടാ. ഇങ്ങനെയാ പൊക്കണ്ടത്. നല്ല വേദനയുണ്ട് കേട്ടോ. ഇങ്ങനെ അന്നേരക്കാട്ടിക്ക് ഇങ്ങനെ അടിച്ചിട്ട് ഇത് പൊക്കിയിട്ട് അത് ഞാൻ ഒറ്റ കയ്യെ പിടിച്ച് പൊക്കിയതാ. സാധനം തെറിച്ചു പോയി. പിന്നെ ഡ്യൂറബിലിറ്റി ഉള്ളത് കൊണ്ടും ഭാഗ്യം കവർ ഇട്ടത് അല്ലേ മൂഞ്ചേനെ. അതെന്താ ചെണ്ടോട്ട് വെക്കുന്നേ? തുള്ളിയാലോട്ട് എല്ലാം അറിയാവുന്നവനായിരുന്നു കൈ. അതെ, പിന്നെ എനിക്ക് ലോറി പിന്നില്ല പണി. നമുക്ക് ലോറി പിടിക്കാനാണോ പണി? ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. മൈക്കില്ലല്ലേ, അപ്പൊ നമുക്ക് സൗണ്ട് ഇല്ലാത്ത മൂലയിൽ പോയി നിൽക്കാം. നമുക്ക് ഈ വീഡിയോ ചെറിയ വീഡിയോ ആയിരിക്കും, ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ബൈ. ഡ്രൈവർ വരുന്നതിന്റെ വീഡിയോ വേറെ ഉണ്ട്, അത് കാണിച്ചു തരാം. അവരൊക്കെ വേറെ വലിയ ബിഡാ ടീംസ്. ഭാഗ്യം ഫോൺ പൊട്ടാത്ത. കയ്യതിൻ്റെ ഇടയിൽ പോയി വിഷമങ്ങ് മാറിന്നൊക്കെ. ഞങ്ങളുടെ പുതിയ കണ്ടന്റുകൾ വരുന്നുണ്ട്. നിങ്ങൾ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് എന്തിനാണ് ഒരു കണ്ടന്റിന് മാത്രം വ്യൂ കയറിയെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ആ കണ്ടന്റിൽ എന്താണ് നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ വിചാരിച്ചൊന്നും കിട്ടിയില്ലല്ലേ. ഇവനത് ഇടാന്ന് പറഞ്ഞ അവനെ വേണ്ടെന്ന് വെച്ചു. അഭിനയം, ആക്ടിങ്, സിംഹം എനിക്ക് സത്യം സീരിയസ്ലി എനിക്ക് നിങ്ങക്ക് വേണ്ട കണ്ടന്റ് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് തരാം. പക്ഷെ നിങ്ങൾ എന്തായാലും നിങ്ങൾ എങ്ങനെ അത്ര പേര് കണ്ടെന്ന് എനിക്കറിയാത്ത അല്ലേ? എല്ലാവരുടെയും ആകാംക്ഷ. നിന്റെ ദൈവം എന്താ പറഞ്ഞേ? അത് പറ നീ. ഓ, അത് നീ മറന്നുപോയതായിരിക്കും. വ്ളോഗിലോ? വ്ളോഗിലല്ല, നിന്നോട് ഇതൊക്കെയാണോ ടോക്ക്? അത് കട്ട് ചെയ്യണമെന്നൊക്കെ പുള്ളി അങ്ങനെ പറയണേ. അപ്പം ഗൈസ്, നിങ്ങക്ക് ഇനി എന്ത് വ്ളോഗ് ഇടുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ സംശയം. ഇവനെ നമുക്കങ്ങ് പ്രാങ്ക് ചെയ്താലോ? യൂട്യൂബർമാരൊക്കെ ഇത് വെരി സ്ക്രിപ്റ്റഡ് പ്രാങ്ക് ആയിരുന്നു. നമ്മുടെ പരിചയത്തിൽ തന്നെ എത്രയോ പേര് പറ്റിച്ചതായിട്ട് അഭിനയിക്കുന്നു എന്നൊക്കെ. ഞങ്ങള് കുറച്ച് പ്രശ്നങ്ങളിലായിരുന്നു ഗൈസ്. നിനക്ക് എന്താ പറ്റിയത്? ആളുടെ പ്രശ്നത്തിലായിരുന്നു. ഉള്ള ലിപ്പ് മാത്രം കൊടുത്തിട്ടുണ്ട്. എന്നെ കൂടെ കാണിച്ചു. കൂടി ഇപ്പൊ കാണിക്കാത്രേ. അതിവിടെ കാറ്റടിക്കുക. അപ്പൊ ഗൈസ് നിങ്ങള് ബൈ ഗൈസ്, ബൈ. ഞങ്ങൾ പോവാ. നിങ്ങൾ ഇച്ചിരി തിരക്കുള്ള ആൾക്കാരാ അല്ലേ? ബൈ. അതെന്ത് തേങ്ങ. നിങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ ഇതിപ്പോ ഞങ്ങള് അല്ലാണ്ട് വണ്ടി കയറുക. ശരിക്കും ഫസ്റ്റ് ടൈം ഇതിൽ കയറിയതിന്റെ ഒരു വ്ളോഗിന്റെ ഇടയിൽ ഞാൻ വെച്ചേക്കാം അല്ലേ? എടാ കേറാ, കിടിലൊരു സാധനമുണ്ട്. അതിന്റെ കത്ത ചവിട്ടിയൊക്കെ എത്തില്ലേ? ഇതിന്റെ പിള്ളേരോ?